ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയാ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത്? മക്കയിലുള്ള ആരെങ്കിലും കയറിപ്പിടിച്ചതിന്റെ പേരിലാണോ? അല്ല. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയോ? ഇല്ല. ഏതെങ്കിലും തരത്തിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്തോ? ഇല്ല. പിന്നെന്തിനാ റസൂലുള്ള മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത്? ആദർശത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണം ആഗ്രഹിക്കുന്ന ഏതൊരാളും ആളുകൾ പഠിച്ചു മനസ്സിലാക്കണം. എന്തിനാണ് പ്രവാചകൻ ഹിജ്റ നടത്തിയത്? ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ. മക്കയിൽ അന്ന് കെട്ടിനിർമ്മിക്കപ്പെട്ടിരുന്ന ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കൽ പോയി ലാത്തയുടെ കബർ പൂജിക്കുകയും ആ കബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും ആ കബറാളിയോട് പ്രാർത്ഥിക്കുകയും ആ കബറിന്റെ അരികിൽ നിന്നും കിട്ടുന്ന വെള്ളം കുടിച്ചും മന്ത്രിച്ചൂതിയ ഏലസ് കെട്ടിയും ആഘോഷിച്ചിരുന്ന മക്കയിലെ ഭൂരിപക്ഷത്തോട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, നിങ്ങളത് ചെയ്യരുതേ. അവര് മരിച്ചുപോയവരാ, അവര് മരണപ്പെട്ടു പോയവരാ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കുകയില്ല. ഇത് പറയുന്നത് മുജാഹിദീങ്ങളല്ല, ഇത് പറയുന്നത് സലഫികളല്ല, ലോകം സൃഷ്ടിച്ച സൃഷ്ടാവാ പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന വാക്കാണത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ ആ കബറാളികളോട് പ്രാർത്ഥിച്ചാൽ, ഒരു കബറിന്റെ അരികിൽ ചെന്ന് നിന്റെ മമ്പർത്തെ തങ്ങളെ, നിന്റെ ബദരീങ്ങളെ, നിന്റെ മുഹീദ്ദീൻ തങ്ങളെ, നിന്റെ മടവൂർ തങ്ങളെ എന്ന് വിളിക്കല്ലേ. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവര് കേൾക്കുന്നില്ല, അവര് കേൾക്കില്ല. കാരണം അവര് മരണപ്പെട്ടു പോയവരാ. എന്തേ കാരണം? മരണപ്പെട്ട റസൂലുള്ളാന്റെ കബറിങ്കൽ വന്ന് സ്വഹാബത്ത് പ്രാർത്ഥന നടത്തിയിട്ടില്ല. ഹബീബായ നബി തങ്ങളെ, ഞങ്ങളെ യാത്ര എളുപ്പാക്കണേ. സ്വഹാബത്ത് പ്രാർത്ഥിച്ചിരുന്നോ? നിന്റെ ബദരീങ്ങളെ എന്ന് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ അരികിൽ വന്ന് മറ്റേതെങ്കിലും സഹാബക്കൾ പ്രാർത്ഥിച്ചിരുന്നോ? ഇന്റെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, അല്ലെങ്കിൽ ഇന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് വിളിച്ച തെളിവില്ല എങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ജാറത്തിങ്കൽ പോയി, മക്ബറയിൽ പോയി മരിച്ച വ്യക്തികളോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ എന്ന് തന്നെയാ. അത് മരിച്ചവരോട് മാത്രമല്ല, റബ്ബിന്റെ അരികിൽ നിന്നും കിട്ടുന്ന സഹായം ഇന്നാൽ ഇന്നരിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതേത് വിജനതയിലാണെങ്കിലും ഏത് കോട്ടകൊത്തളങ്ങളിലാണെങ്കിലും ആദർശം പറയുന്നിടത്ത് കെട്ടിക്കൊടുക്കലുകളില്ലാതെ എന്റെ തൗഹീദ് ഇതാണ് എന്ന് പറയേണ്ട അവസ്ഥ ഒരു മുസൽമാൻ ഉണ്ടാവാൻ പാടില്ല. എന്നും അവൻ പറയണം, ഇന്ന റബ്ബി കരീബുൻ മുജീബ്, എന്റെ റബ്ബ് എന്റെ അടുത്ത് നിൽക്കുന്നവനാ. എന്റെ റബ്ബ് ദൂരെയല്ല, എന്റെ റബ്ബ് എന്നെ അറിയാത്തവനല്ല. എന്റെ ഉദരമറിയുന്നവൻ, എന്റെ പെണ്ണിന്റെ ഉദരമറിയുന്നവൻ, എന്റെ സൂക്കേടറിയുന്നവൻ. അതുകൊണ്ട് ആ റബ്ബിനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ മക്കയിൽ ഒരു കൂട്ടര് പറഞ്ഞു, അതെന്താ മുഹമ്മദേ, ഞങ്ങളെ ലാത്തന്റെ കബറിങ്ക പോയി പ്രാർത്ഥിച്ചാ കിട്ടൂലെന്നാ എന്റെ വാദം. ഞങ്ങൾ ലാത്താനെ റബ്ബായിട്ടല്ലല്ലോ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. അവർ പറഞ്ഞു, നബിയെ മുഹമ്മദേ, ഞങ്ങൾ പെട്ടെന്ന് അള്ളാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി നോക്കിയല്ലേ. ഇന്ന് ചിലർ പറയുന്ന അതേ വാക്ക് അന്നത്തെ മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. റസൂലേ, ഞങ്ങൾ അവരെ അടുത്തേക്ക് പോകുന്നത് ഈ ഖബർ കിടക്കുന്ന ആളുകൾ മുഖാന്തിരം ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയാ. ഇതിന്നത്തെ ആളുകൾ പറഞ്ഞതല്ല, കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ പറഞ്ഞതല്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട് ലാത്ത എന്ന കബറിങ്കൽ പോയി പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞതാ, മുഹമ്മദേ, ഞങ്ങൾ ലാത്തന്റെ കബറിങ്കലേക്ക് പോകുന്നത്, ലാത്തയൊക്കെ നല്ല മനുഷ്യനല്ലേ, ഔലിയാക്കളിൽപ്പെട്ടവനല്ലേ, ലാത്ത മുഖാന്തിരം ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയാ. ഉടനെ തന്നെ പടച്ചോന്റെ ആയത്തിറങ്ങി, അല്ലയോ മനുഷ്യരെ, ലോകത്തിന്റെ പ്രവാചകൻ അത് ഓതിക്കൊടുത്തു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഒരിക്കലും നിങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട്, പടച്ചോനെ നല്ലാതെ നിങ്ങൾ വേറൊരാളെ വിളിക്കരുത് കേട്ടോ. മറ്റൊരു ഭാഗത്ത് റബ്ബ് ചോദിച്ചു, നബിയേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ. എന്റെ അടിമകൾ അല്ല എവിടെ മുഹമ്മദേ, അല്ല എവിടെ റസൂലേ എന്ന് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്,
അവരോട് പറയണം റസൂലേ, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ടെന്ന് പറയണം. എന്നെ തേടി അവർ ജാറത്തിങ്കിലേക്ക് പോകണ്ട, എന്നെ തേടി അവർ മരിച്ചു പോയവർക്ക് നേരെ കൈനീട്ടണ്ട, എന്നെ തേടി അവർക്ക് വേറൊരു ഇടയാളൻ വേണ്ട. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ. ഇത് ഓതിക്കൊടുത്തപ്പം അവർക്ക് ബോധ്യപ്പെട്ടു, ഇനി മുഹമ്മദ് പറയുന്നതിനനുസരിച്ച് നിന്ന മക്കയിൽ നമ്മൾ അധികാരം നഷ്ടപ്പെടും, ആൾക്കാർക്ക് നമ്മളെ വേണ്ടാതാകും. ഉടനെ അവര് തീരുമാനിച്ചെങ്കിൽ മുഹമ്മദിനെ കൊന്നുകളയാം. കൊന്നുകളയും എന്നുള്ള ഉറപ്പായപ്പ അള്ളാന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഇതല്ലേ ചരിത്രം? ഇതല്ലേ ചരിത്രം? ഇനി മദീനയിൽ നിന്നും മക്ക വിജയിച്ച് തിരിച്ചു വരുന്ന രംഗമുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയും, ആക്ഷേപങ്ങൾ പലതും കേൾക്കേണ്ടി വരും. അത് കേൾക്കരുത് എന്ന് പറയും. ഇന്ന വ്യക്തി മുജാഹിദാണ്, വഹാബിയാണ്, അതുകൊണ്ട് അത് കേൾക്കരുത് എന്ന് പറയും. നമ്മൾ ഇക്കാലഘട്ടം വരെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നത് കേൾക്കരുത് എന്ന്. ഇല്ല. കാരണം നമ്മൾ പറയുന്നത് റബ്ബിന്റെ വാക്കാണ് എന്നുള്ളത് 100% ബോധ്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ റസൂൽ അത് ചെയ്തതായിട്ടൊരു തെളിവുണ്ടായിരുന്നെങ്കിൽ ആർജവത്തോടെ നമ്മൾ പറയും, നിങ്ങൾക്ക് ഏത് ജാറത്തിങ്കിലും പോകാന്ന്, ഏത് മക്ബറയും നിങ്ങൾക്ക് ചെന്ന് മൂടാന്ന്, ഏത് മന്ത്രിച്ചൂതുന്ന ഏലസിനും നിങ്ങൾക്ക് കൈ നീട്ടിക്കൊടുക്കാന്ന്. പക്ഷേ മദീനയിൽ നിന്നും മക്കയിലേക്ക് റസൂല് വരുന്നൊരു രംഗണ്ട്. മക്ക വിജയിച്ചടക്കി ആയിരക്കണക്കിന് സഹാബത്തിന്റെ കൂടെ പ്രവാചകനും സഹാബത്തും മദീനയിൽ നിന്നും മക്കയിലേക്ക് കാലുകുത്തുന്ന രംഗം. പിടിക്കപ്പെട്ട മക്കയിലെ ശത്രുക്കൾ ഓരോരുത്തരും ഭയപ്പെട്ടു നിൽക്കുന്ന സമയം, ഓരോരുത്തരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മക്കയിലെ തെരുവിൽ നിന്ന് പരസ്പരം കണ്ണുനീരോട് അവർ പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് മുഹമ്മദിന്റെ ദിനമാണ്, മുഹമ്മദ് പ്രതികാരം ചെയ്യുന്ന ദിനമാണ്, മുഹമ്മദിനോട് നമ്മൾ ചെയ്തതിനൊക്കെ മുഹമ്മദ് ഇപ്പൊ പ്രതികാരം ചെയ്യും. പ്രതികാരം കാത്തു നിൽക്കുന്നവർക്ക് മുൻപിലൂടെ നടന്നു നീങ്ങി പ്രവാചകൻ അവരോട് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, നിങ്ങളൊക്കെ പോയിക്കോളൂ, എനിക്ക് പ്രതികാരമില്ല. അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാന്റെ ആദ്യത്തെ ഒരു ഉത്തരവ് വരും. മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ ബണ്ട് മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിലേക്ക് കൊടുക്കും. കൊടുത്തിട്ട് റസൂൽ കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരവ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പഠിക്കണേ. കയ്യിലേക്ക് ആ ഇരുമ്പിന്റെ ദണ്ട് കൊടുത്തിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനോട് പറയും, മോനെ അലി, മക്കയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് കെട്ടിപ്പൊക്കിയ സർവ്വ കബറും അടിച്ചു നിരപ്പാക്കണം അലി. ഒരു കബറും ഇനി മക്കയിൽ ഉണ്ടാവാൻ പാടില്ല. കുമ്മായിട്ട് പൊന്തിച്ച ഒരു കബറും അലി ഇനി മക്കയിൽ ഉണ്ടാവാൻ പാടില്ല. അന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് അടിച്ചു നിരപ്പാക്കി മക്കയിൽ ആളുകൾ കെട്ടിപ്പൊക്കിയിരുന്ന കബറുകൾ ഓരോ കബറും അടിച്ചു നിരപ്പാക്കിയിട്ട് അവർ പറഞ്ഞു, റസൂലേ അവസാനിച്ചു. ഇന്നും നിങ്ങൾക്ക് ഹറമിലേക്ക് ചെല്ലുമ്പോൾ മക്കയിൽ പോകുന്നവർക്കും മദീനയിൽ പോകുന്നവർക്കും അറിയാം, ലോകം കണ്ട ഏറ്റവും നല്ല ഔലിയാക്കളായ ബദരീങ്ങളുള്ള മണ്ണ്, ഉഹുദീങ്ങളുള്ള മണ്ണ്, ഖൈബരീങ്ങളുള്ള മണ്ണ്, ഖന്തക്കീങ്ങളുള്ള മണ്ണ്, യർമുക്കീങ്ങളുള്ള മണ്ണ്, അതിനേക്കാളേറെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഖദീജ ബീവി അടക്കം നിരവധി ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകൾ കിടക്കുന്ന മണ്ണ്, ലോകത്തിന്റെ പ്രവാചകന്റെ കുടുംബം കിടക്കുന്ന മണ്ണ്, പ്രവാചകന്റെ വലങ്കൈ എടങ്കൈയായിരുന്ന സഹാബത്ത് കിടക്കുന്ന മണ്ണ്, ആ മണ്ണിലേക്ക് ചെല്ലുന്ന ആർക്കെങ്കിലും ഒരു കബറെങ്കിലും കെട്ടിപ്പൊക്കിയത് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഒരു കബറെങ്കിലും? ഏതെങ്കിലും ഒരു ഔലിയാക്കള് അന്നത്തെ വ്യാഖ്യാനത്തിൽ, ഇന്നത്തെ വ്യാഖ്യാനത്തിൽ ഉഹുദീങ്ങളുടെ കബർദാ കണ്ടോ? നാട്ടിലുള്ള കബറിനേക്കാളും മൊഞ്ചിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇല്ല, ഇല്ല. എന്നിട്ടും മതി വരാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഇന്ന് ചിലർ പറയുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് മരിച്ചതല്ല, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടതല്ല അള്ളാഹുവിന്റെ ഹബീബ്. സഫർ മാസം 30-ാം തീയതി ബഖീഉൽ അർഖദിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് ഒരാളെ മറമാടി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പകുതി നടന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈകൊണ്ടും തലങ്ങനെ പൊത്തിപ്പിടിച്ച് കുനിഞ്ഞങ്ങോട്ടിരിക്കും. അത് കണ്ടപ്പോൾ സഹാബത്ത് വെച്ച്, എന്തേ റസൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് മരിക്കേണ്ട ഒരു മരണവേദന എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 13 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയാ. സഫർ 30 മുതൽ റബീഉൽ അവ്വൽ 12 വരെ
റബീഉൽ അവ്വൽ ഏകദേശം 10 വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ താങ്ങിയും പിടിച്ചും എങ്ങനെങ്കിലും മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ആ പള്ളിയിലേക്ക് വരാത്ത അന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 നേരം വെളുത്തു. സൂര്യൻ അതിന്റെ ചൂടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. വെയിലിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങുമ്പം ആയിഷ ബീവി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇങ്ങനെ ചുവക്കാൻ തുടങ്ങുക. ശരീരത്തിൽ നിന്നും ആവി പൊന്തുന്നത് പോലെ ചൂട് കണ്ടു നിൽക്കുന്ന സഹാബാക്കൾക്ക് സഹിക്കാനായില്ല. അവര് തോൽപാത്രം വെള്ളം ഇങ്ങനെ കൊണ്ടുവരും, റസൂലിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കും. അല്പം ആശ്വാസം കിട്ടിയപ്പം ആയിഷ ബീവിന്റെ മടിയിലേക്ക് റസൂല് തലയെടുത്തു വെക്കും. എന്നിട്ട് ആയിഷ ബീവിനോട് പറയുന്നൊരു വാക്കുണ്ട്, ആയിഷ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ആയിഷ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട് ആയിഷ. എന്തുകൊണ്ടാണെന്നറിയോ ആയിഷ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഇത്തഖദൂ അവർ കെട്ടിപ്പൊക്കിയിരുന്നു, ഖുബൂറ അംബിയാഇഹിം അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ അവരുടെ കബറുകൾ അവർ കെട്ടിപ്പൊക്കിയിരുന്നു. അതവർ സുജൂദിന്റെ സ്ഥലമാക്കിയിരുന്നു. അതിന്റെ മേലെ അവർ പള്ളിയുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് ആയിഷ ലഅനത്തുല്ലാഹ്, അവര് ശപിക്കപ്പെട്ടവരാണ് ആയിഷ. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകൻ 2 കൈകളും കൊണ്ട് സഹാബത്തിന്റെ നേരെ നോക്കി പറഞ്ഞ അവസാനത്തൊരു വാക്കുണ്ട്. ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അവസാന സെക്കൻഡിൽ ഒരു വസിയത്ത് പോലെ നാവ് ചലിപ്പിച്ചുകൊണ്ട് റസൂല് പറഞ്ഞ അവസാനത്തെ വാക്ക് ഇങ്ങനെയാ, ആയിഷ ജനങ്ങളോട് പറയണേ ആയിഷ, അസ്വലാത്ത് നിസ്കരിക്കാൻ പറയണേ ആയിഷ, വമാ മലക്കത്ത് ഐമാനുഹും അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ നീതിയോടെ പെരുമാറാൻ പറയണേ ആയിഷ. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, സ്വഹാബത്തെ ലാ തജ്അൽ കബരി വസനൻ യുഅബദ്, ലാ തജ്അൽ കബരി, എന്റെ കബറിനെ നിങ്ങളാക്കി കളയരുത് കേട്ടോ. വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റരുത്. എന്റെ കബറിന്റെ അടുത്ത് വന്ന് നിങ്ങൾ എന്റെ കബറിനെ ആരാധിക്കരുത്. എന്റെ കബറിന്റെ അരികിൽ വന്ന് സുജൂദ് ചെയ്യരുത്. എന്റെ കബറിന്റെ അരികിൽ വന്ന് ഇബാദത്തുകൾക്ക് വേണ്ടി എന്റെ നേരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇതും മതിവരാത്ത പ്രവാചകൻ ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു ആയിഷ, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ കബരി ഈദാ, എന്റെ കബറിനെ നീ ആഘോഷ സ്ഥലമാക്കി മാറ്റല്ലേ റബ്ബേ. 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ ദീർഘവീക്ഷണത്തോടെ പഠിപ്പിച്ച ആ വാക്ക് പോലെ ആ പ്രവാചകനേക്കാൾ ഏതോ ഭാഗത്തിരിക്കുന്നവന്റെ കബറിന്ന് ആഘോഷിക്കപ്പെടുന്നു. പുത്തമ്പള്ളിയാവട്ടെ മടവൂരാവട്ടെ, എന്തിനേറെ ആഘോഷത്തിന്റെ കരിമരുന്ന് പ്രയോഗങ്ങൾ, കെട്ടി നിർമ്മിക്കപ്പെടുന്ന ഗാനമേളകൾ, ഇശൽ നൈറ്റുകൾ, ആണും പെണ്ണും ഇടകലർന്ന ആഘോഷരാവുകൾ, വ്യത്യസ്തമായ ഭക്ഷണത്തിന്റെ, വെടിക്കെട്ടിന്റെ, ആന എഴുന്നള്ളിപ്പിന്റെ, ചന്ദനക്കുട നേർച്ചകളുടെ ആഘോഷ സ്ഥലമായി കേരളത്തിലും ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഖബറുകൾ കെട്ടിപ്പൊക്കി ആഘോഷിക്കപ്പെടുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഒരിക്കലും പറയാൻ പറ്റില്ല ജാറത്തിങ്കൾക്ക് പോകാമെന്ന്, മരിച്ചവരോട് പ്രാർത്ഥിക്കാമെന്ന്, ആ ഖബർ മൂടാമെന്ന്, അത്തരത്തിലുള്ള ആളുകളുടെ അരികിൽ ചെന്ന് നിങ്ങൾക്ക് സഹായം ചോദിക്കാമെന്ന് പ്രവാചകനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ഖുർആനിനെ ദൈവിക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന ഒരു മുസൽമാനും പറയാൻ സാധിക്കുകയില്ലെങ്കിൽ അന്നും ഇന്നും എന്നും മുജാഹിദ് പ്രസ്ഥാനം കേരളത്തോട് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മുന്നിലുള്ളതറിയുന്ന പിന്നിലുള്ളതറിയുന്ന, ഇരുട്ടറിയുന്ന വെളിച്ചമറിയുന്ന, ആളിക്കത്തുന്ന തീക്കുണ്ടാരമറിയുന്ന, ആളിക്കത്തുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ അറിയുന്ന, ആഗ്രഹത്തിന്റെ മനസ്സറിയുന്ന, തേടലിന്റെ ഹൃദയ ചിന്തകൾ അറിയുന്ന ആ റബ്ബ് നിന്നോട് പറയുന്നു, നബിയേ ഖുൽ ഹുവല്ലാഹു അഹദ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവർക്ക് നേരെ നിങ്ങൾ കൈനീട്ടല്ലേ. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി എന്ന പ്രവാചകന്മാരുടെ വാക്കാണ് നിങ്ങൾ ഓർക്കേണ്ടത്. മാരക സൂക്കേട് ബാധിച്ചു, നാട്ടുകാര് വെറുക്കപ്പെട്ടു, ദുർഗന്ധം പരന്നു. അയ്യൂബ് നബി അതാ ഒറ്റപ്പെട്ടു പ്രാർത്ഥിച്ച പ്രാർത്ഥന, അന്നീ മസ്സനി അല്ലുറു വഅൻത
അർഹമുർ റാഹിമീൻ. റബ്ബേ എനിക്ക് സൂക്കേടുണ്ട്, ഇന്നെങ്ങി കഴിച്ചിലാക്കണം റബ്ബേ എന്ന് അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് സൂക്കേട് മാറാൻ റബ്ബിനോട്. മക്കളില്ലാത്ത സക്കരിയ നബി, ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് റബ്ബിനോട്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി ആ ഇരുട്ടിന്റെ ഭീകരമായ അന്തരീക്ഷത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് നാഥനോട്, റബ്ബിനോട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി, ഇബ്രാഹിം നബി ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ അഗ്നികുണ്ടാരത്തിനെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കില്ലേ, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, എനിക്കിന്റെ അല്ല മതി, എനിക്കിന്റെ അല്ല മതി.